ഇതെവിടുന്ന? ഇതാ അവളുടെ ഫോണിൽ അലാറം അല്ലേ? ഇപ്പം എൻ്റെ ഫോണും കൊണ്ടുപോയില്ലേ? കണ്ണെത്താത്ത ഒരു ആര് മാഞ്ഞ അല്ലെങ്കിൽ ഈ പെണ്ണിന് നല്ല പാട്ടൊന്നും പിടിക്കില്ല. ഇന്നലെ വണ്ടിയിൽ വരുന്നപ്പോൾ ഏതോ ഒരു ശോകഗാനം കേട്ടിങ്ങനെ ജനൽ വഴി കാഴ്ച കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്തെല്ലാം ആവട്ടെ, ഞാൻ പതിയെ മാറ്റിയെടുത്തോളാം. ഈ ഫോണിൽ എവിടെയാ? ഫോൺ എന്ത് ചെയ്ത്? ബാക്കി എല്ലാം ഉണ്ട്, ഫോണിൽ മാത്രമില്ല. ഇത് എവിടെയത്? ഡ്രോയറിലാണ്. ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ. ചാർജും ഉണ്ട്. എടുക്കാൻ പറഞ്ഞത് ഇതുകൊണ്ടാണോ ഫോൺ ഇതിൻ്റെ ഉള്ളിൽ വന്നത്? വേറെ എന്തില്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നേ? മാസങ്ങളായിട്ട് ഞാൻ എടുക്കുക പോലും ചെയ്യാത്ത ഈ ഡയറി ഇവിടെ എങ്ങനെ വന്നത്? അതും കാത്തു ആരെ കൊണ്ടും തൊടിയിക്കാത്ത അവള് മാത്രം ഉപയോഗിക്കുന്ന ഈ ഡയറിയില് ആരൊക്കെ ഇത് കൊടുത്തത്? ഇതാരെ ഇപ്പൊ എടുത്തത്? അങ്ങോട്ട് മാറി ചേർക്കാം. ഇവിടെ ആൾക്കാർക്ക് വഴി നടക്കാനുണ്ട്. ഓരോരുത്തർ ഓരോ വഴിക്ക് പോകുമ്പോഴാണ് അവൻ്റെ ഒരു... ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെ ഇപ്പൊ എടുത്തതെന്ന്? അതെന്ത് ബുക്കാ? നീ ചോദിച്ചതിന് ഉത്തരം പറ മൈഥിലി. ആരാ ഇത് എടുത്തത്? ഞാനുമില്ല. പാർവതി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭാരതത്തിന്റെ പൊട്ടി വീണോ? എടാ, നീ തന്നെ വല്ലപ്പോഴും എടുത്ത് വായിച്ചിട്ട് അവൾ അവിടെ ഇവിടെ എങ്ങനെ വെച്ചിട്ട് പോയതായിരിക്കും. കാത്തുന്റെ ഡ്രോയറിലോ? കാത്തുന്റെ ഡ്രോയറിൽ ഇതെടുത്തത് കാത്തുവാണോ? ഇതൊക്കെ എടുത്ത് വായിച്ചിട്ട് അവളിത് എങ്ങോട്ടാണ് തിരുമ്മി പോയത്? എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് കളിക്കുന്നു. ഇവർ എന്തൊക്കെയാ അവളെടുത്ത് നോക്കിയത്? ആരോട് ചോദിച്ചിട്ട് അവൾ ആ റൂമിൽ കയറിയത്? ഒരു സമാധാനം ഇല്ല. ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്തിനാ? എന്തുകൊണ്ട് ഇത് നേരിട്ട് ചോദിച്ചൂടെ? ഒന്നിലേക്കും കാര്യമില്ലേ? വിളിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതിൻ്റെ ഉള്ളിൽ വെച്ചതാണല്ലേ ഫോൺ. വേണ്ട, വിളിക്കുന്നില്ല പോരെ? ഇത് മഷിയൊക്കെ പടർന്നല്ലോ. നീ കരഞ്ഞോ കാത്തു ഇത് വായിച്ച്? എപ്പോഴും ഞാനത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇന്നെന്തോ എനിക്കിതിലെ വാക്കുകളെക്കാളും നിന്റെ ഈ കണ്ണുനീരാണെന്ന് കുറേ നാളായിട്ട് ഞാനിതിനെ പറ്റി ഓർത്തിട്ടും കൂടിയില്ല. ഇപ്പോൾ ഇതിലെ ഈ വരികൾ വായിക്കുമ്പോൾ അന്നത്തെ ആ വേദന, അങ്ങനെ ഞാൻ വേദനിച്ചിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത്ഭുതമാണ്. ഇന്ന് എത്രയേറെ ഞാൻ മാറി. അല്ല, അവൾ എന്നെ മാറ്റി. ഇതെന്താ ഈ പേജിൽ എന്താ ഇത്?